ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നീതു. ഇപ്പൊ VFA എക്സാമിന് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയുണ്ട് തയ്യാറെടുപ്പൊക്കെ എവിടം വരെ ആയി? അപ്പൊ നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട രണ്ട് സാധനങ്ങളാണ്. ഏതൊക്കെയാണ് ആ രണ്ട് സാധനങ്ങൾ? ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അല്ലെ. സിലബസ്, കണ്ടന്റ്, ടോപ്പിക്സ് എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം ആ സിലബസ് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയതാണ് എന്ത്? PYQs അല്ലെ. പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷനിൽ ഒരു കംപ്ലീറ്റ്നെസ് വരൂ. അപ്പോൾ നമുക്ക് എക്കണോമിക്സ് അല്ലെ, VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിൽ എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖല, അതായത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട PYQസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നബാർഡ് സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഏത് കമ്മിറ്റിയാണ് നബാർഡ് സ്ഥാപിക്കാൻ ശുപാർശ നൽകിയത്? ഇപ്പൊ നബാർഡ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലെ. നബാർഡ് നാഷണൽ അഗ്രികൾച്ചറൽ ബോർഡ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് അല്ലെ. നാഷണൽ അഗ്രികൾച്ചറൽ ബോർഡ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഗ്രാമീണ വികസനത്തിനും അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വികസനത്തിനും വേണ്ടിവരുന്ന ഏറ്റവും അപ്പെക്സ് വികസന ബാങ്കാണ് ഏത്? നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത്? അത് ശിവരാമൻ കമ്മിറ്റിയാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് നബാർഡ് നിലവിൽ വരുന്നത്. അപ്പൊ നബാർഡ് എന്ന് പറയുമ്പോൾ ഗ്രാമീണ വികസനത്തിനും കൃഷി മേഖലയുടെ വികസനത്തിനുമാണ് പ്രധാനം. ഇതൊരു അപ്പെക്സ് ബോഡിയാണ്. നമ്മൾ കാണുന്നത് പോലെ സാധാരണ ബാങ്കുകൾ അല്ല, എന്താണ് ബാങ്കുകളിലേക്ക് അലോട്ട് ചെയ്യുന്ന നമ്മുടെ RBI ഒക്കെ പോലെ, അതായത് മോണിറ്ററി സിസ്റ്റം അല്ലെ, എന്താണ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട നമ്മുടെ അപ്പെക്സ് ബോഡിയാണ് ഏത്? മോണിറ്ററി, അതായത് മണി റിലേറ്റഡ് അല്ലെ, ധനകാര്യ മേഖലയിലെ എന്താണ് നമ്മുടെ ധനകാര്യ മേഖല കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് ബോഡിയാണ് ഇത് RBI. അതുപോലെ മറ്റൊന്നു കൂടിയുണ്ട്, എന്താണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. എന്താണ് സെബി? സെക്കൻഡറി മാർക്കറ്റ് അല്ലെ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ്, ഷെയർസ് ഒക്കെയുള്ള എന്താണ് ഷെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് സെബി എന്ന് പറയുന്നത്. അപ്പൊ സെബി പോലെ RBI പോലെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പെക്സ് ബാങ്ക് തന്നെയാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നബാർഡ് നിലവിൽ വന്നിട്ടുള്ളത് ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. നിലവിൽ വന്ന ഡേറ്റും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ജൂലൈ 12, 1982 എന്ത് നിലവിൽ വരുന്നത്? നബാർഡ് നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 നിലവിൽ വന്ന സ്ഥാപനം ഏത്? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്, ഓർത്ത് വെക്കുക, പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന് പകരം ആര് വരുന്നു? നീതി ആയോഗ് വരുന്നു. എപ്പോ വരുന്നു? 2015 ജനുവരി 1. അപ്പൊ 1950 നിലവിൽ വന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ചെയർമാൻ ആയിക്കൊണ്ട് നിലവിൽ വരുന്ന ആസൂത്രണ കമ്മീഷൻ അല്ലെ. പഞ്ചവത്സര പദ്ധതികളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തത് കൃഷിക്കായിരുന്നു. കാർഷിക മേഖല ഹാരഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഹാരഡ് ഡോമർ മോഡലായിരുന്നു ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി അല്ലെ. ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയെ ബേസ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് ഹാരഡ് ഡോമർ മോഡൽ. സെക്കൻഡ് വൺ എന്താണ്? മഹലനോബിസ് ആണ്. മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഗാഡ്ഗിൽ അല്ലെ. ഗാഡ്ഗിലാണ്. അപ്പം എന്താണ്? 5 ഇയർ പ്ലാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഓരോ പ്ലാനും അതിലെ ഒബ്ജക്റ്റീവ്സും എത്രത്തോളം എന്താണ് വളർച്ച ഉണ്ടായിരുന്നെന്നും ഓരോ പദ്ധതിയിലും എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്?
ഓരോ സ്പെസിഫിക് പ്രൊജക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അത്രയും വർഷം ഇന്ത്യയുടെ വികസനത്തിന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ആ ഒരു ബോഡി മാറി നരേന്ദ്രമോദി എന്ത് തീരുമാനിച്ചു? നമുക്കിനി 5 വർഷത്തെ പ്ലാനിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന പ്ലാനിംഗ് കമ്മീഷൻ വേണ്ട, അതിന് പകരം പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് നീതി ആയോഗ് വരുന്നത്. അങ്ങനെ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി 14 പ്രമുഖ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷമേത്? അപ്പൊ എന്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ? അതായത് പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നവ എങ്ങോട്ട് വന്നു? ഗവൺമെന്റിന്റെ മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് വന്നു. അപ്പോൾ ഏത് വർഷമായിരുന്നു? 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അതേപോലെ ഇന്ദിരാഗാന്ധി തന്നെ ആയിരുന്നു ആരും? ധനകാര്യമന്ത്രിയും. ധനകാര്യ വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധി തന്നെ ആയിരുന്നു. അപ്പോഴാണ് ആ മേജർ ഡിസിഷൻ എടുത്തത്. 50 കോടിയിലധികം മൂലധനം ഉണ്ടായിരുന്ന 14 ബാങ്കുകളെയാണ് 1969 ഒന്നാം ഘട്ടമായിട്ട് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടം 1980 രണ്ടാം ഘട്ടം ബാങ്ക് ദേശസാൽക്കരിക്കുന്നത്. 200 കോടിയിലധികം വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ബാങ്കുകളെയാണ് 1980 ദേശസാൽക്കരിക്കുന്നത്. അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? പറയാമോ? ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന അപ്പെക്സ് ബോഡി ഏതാണ്? നബാർഡ് ആണോ, RBI ആണോ, അതോ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോഡി ആണോ, IRDA ആണോ? ദാറ്റ് ഈസ് സെബി അല്ലെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോഡി ഓഫ് ഇന്ത്യ. സെബി ആണ് ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ, സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ആണുള്ളത്. അത് മണി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പ്രൈമറി മാർക്കറ്റ്, അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ദെൻ സെക്കൻഡറി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് സെബി ആണ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ്? അതായത് നമ്മളിപ്പോൾ പറഞ്ഞ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ വർഷം അല്ലെ എന്ന് പറയുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 to March 31 ആണ് അല്ലെ. April 1 to March 31 ആണ്. അപ്പൊ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക ഡേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് നമ്മുടെ RBI നിലവിൽ വന്ന ഡേറ്റ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ 1935 ഏപ്രിൽ 1 നിലവിൽ വന്നു. അതൊരു പ്രൈവറ്റ് സെറ്റപ്പിലാണ് നിലവിൽ വന്നത്. പിന്നീട് എപ്പോഴാണ് നാഷണലൈസ് ചെയ്തത്? 1949 ജനുവരി 1 അതായത് ന്യൂ ഇയറിന്റെ അന്ന് എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് വരുന്നു. ഒരു സെൻട്രൽ ബാങ്ക് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് വരുന്നത് എപ്പോഴാണ്? ന്യൂ ഇയറിന്റെ അന്നാണ്. ഏത് വർഷമാണ്? 1949. അതായത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് RBI ദേശസാൽക്കരിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിലവിൽ വന്നു 35, നാഷണലൈസ് ചെയ്തു 49. അപ്പൊ RBIയുടെ പ്രധാനപ്പെട്ട ടൂൾസ് ഉണ്ട് അല്ലെ, ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസ്. പ്രധാനമായിട്ടും RBIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? RBI ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കുക അല്ലെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു സന്തുലിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സന്തുലിതമായ ഒരു എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയാണ് ആരുടെ ലക്ഷ്യം? RBIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെ, ഗവൺമെന്റിന്റെ ബാങ്കാണ്. അതോടൊപ്പം ബാങ്കുകളുടെ ഒക്കെ ബാങ്കാണ്. നമുക്ക് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പോകുന്നത് പോലെ ബാങ്കുകളുടെ ഒക്കെ ബാങ്കാണ് RBI എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമുക്കറിയാം നോട്ട് ഇഷ്യൂ ചെയ്യുന്നു അല്ലെ, RBI ഗവർണർ നമുക്ക് സൈൻ ചെയ്ത് തരുന്നു അല്ലെ ഒരു പേപ്പർ. ആ ഒരു പേപ്പർ എന്ന് പറയുന്നത്, ആ പേപ്പറിന്റെ വാല്യൂ, അത് ലീഗലി വാലിഡ് ആവുന്നത്, അതിനൊരു മൂല്യം അണ്ടർലൈൻ ചെയ്യുന്നത് അതിൽ എന്തുള്ളത് കൊണ്ടാണ്?
RBI ഗവർണറുടെ സൈൻ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് എന്താണ്, ഇന്ത്യയിൽ പോവർട്ടിയാണ്, അപ്പോൾ ഒരുപാട് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നു, പല പദ്ധതികൾ പല കാര്യങ്ങൾക്കായി കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, പണത്തിന്റെ ലഭ്യത കുറവ് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ RBI ആണ്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് നോട്ട് ഇഷ്യൂ ചെയ്താൽ പോരെ എന്നെന്താണ് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇഷ്യൂ ചെയ്യാറില്ല, എന്താണ് അതിൻ്റെ റീസൺ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. നോക്കാലോ എത്ര പേര് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റീസൺ പറയുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കായ ആരാണ്? RBI ആണ്. RBI ഗവർണറാണ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് പറയുന്നത്, ഈ പേപ്പറിന് ലീഗൽ വാലിഡ് ആണ്, ഈ ഇതിന് തുല്യമായ, അതായത് ഇതിൽ ഞാൻ സൈൻ ചെയ്തിരിക്കുന്നു 100 രൂപയുടെ നോട്ട്, അപ്പോൾ 100 രൂപയ്ക്ക് തുല്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, സേവനം പർച്ചേസ് ചെയ്യാം എന്ന നിയമസാധുത നൽകുന്ന ആ ഒരു പേപ്പറാണ് എന്ത്, നമ്മുടെ കറൻസി എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, എന്താണ് RBIയുടെ സിമ്പൽ ഉണ്ട്, എന്താണ് RBIയുടെ സിമ്പൽ? RBIയുടെ സിമ്പലിൽ ഒരു ആനിമലും ഉണ്ട്, ഒരു ട്രീയും ഉണ്ട്. അപ്പോൾ അത് ചോദിക്കാം, എന്താണ് RBIയുടെ സിമ്പലിലുള്ള ആനിമൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ടൈഗർ ആണ് അല്ലേ. RBIയുടെ സിമ്പലിലുള്ള ആനിമൽ എന്ന് പറയുന്നത് ടൈഗർ ആണ്, ട്രീ എന്ന് പറയുന്നത് ഏതാണ്? പാം ട്രീ ആണ്. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ടൈഗർ ആയിരുന്നില്ല, ലയൺ ആയിരുന്നു. ഓക്കെ, ലയൺ ആയിരുന്നു ടൈഗറിന് പകരം, പിന്നീട് അത് ടൈഗർ ആയിട്ട് ചേഞ്ച് ചെയ്തു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്, എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെ, പ്രധാന കാര്യങ്ങൾ നടത്തുന്ന ഒരു ഓഫീസ് വേണ്ടേ, അപ്പോൾ അത് എവിടെയാണ്? നാഷണൽ ക്യാപിറ്റലിലാണോ? അല്ല, ദാറ്റ് ഈസ് ഇൻ മുംബൈ. ഓക്കെ, മുംബൈയിലാണ് എന്ത് വരുന്നത്? RBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കോ, എന്താണ് നമ്മുടെ ബിസിനസ് ക്യാപിറ്റൽ അല്ലെ, ബിസിനസ് ക്യാപിറ്റലായ മെട്രോപൊളിറ്റൻ സിറ്റിയായ മുംബൈയിലാണ് RBIയുടെ എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം വരുന്നത്. എന്നാൽ ഫസ്റ്റ് ഇത് അവിടെ ആയിരുന്നില്ല, 1935 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊൽക്കത്തയിലായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. പിന്നെ എപ്പോഴാണ്? 2 വർഷത്തിന് ശേഷം 1937 1937 മുംബൈയിലേക്ക് ചേഞ്ച് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എന്താണ്, RBIയുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ, ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതൊക്കെ പേരുകൾ? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ദെൻ CRR, SLR, MSF തുടങ്ങിയത്. അതുപോലെ തന്നെ എന്താണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്, മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ, എന്താണ് ക്രെഡിറ്റ് റേഷനിങ് തുടങ്ങിയതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പേരുകൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ജനറൽ ആയിട്ടൊന്നും മേലെ ചോദിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തിന്റെ സമയത്ത് RBI എന്ത് ചെയ്യും? ഈ റേറ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്യും അല്ലെ, കൂട്ടും. അപ്പോൾ കൂട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക? RBIയിലേക്ക് എന്താണ് റേറ്റുകൾ പോവുക, അതായത് മണി കൂടുതൽ RBIയിലേക്ക് റിസർവ് ആയിട്ട് പോവുക. ആ സമയത്ത് എന്താണ് ജനങ്ങളുടെ അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കാനുള്ള എമൗണ്ട് കുറയുകയും അങ്ങനെ ആളുകളിലേക്ക് ലോൺ എത്തുന്നത് കുറയുകയും അങ്ങനെ അവർ മാർക്കറ്റിൽ അത് ചെലവാക്കുന്ന അവരുടെ പർച്ചേസിങ് പവർ, അതായത് സാധനങ്ങൾ അവരുടെ കഴിവ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്യില്ല? പണം കൂടുതലായിട്ട് സപ്ലൈ ചെയ്യില്ല. അപ്പോൾ വില കുറയുകയും അങ്ങനെ പണത്തിന്റെ മൂല്യം കൂടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ RBI ഏറ്റവും കൂടുതൽ എന്താണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് പണപ്പെരുപ്പത്തെയാണ്. എന്തിനാണ്? ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സന്തുലിതമായ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര മുതൽ എത്ര വരെ പണപ്പെരുപ്പം ഉണ്ടാകാം, അതായത് ഏത് റേറ്റിനുള്ളിലാണ് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം RBI നിലനിർത്തേണ്ടത്. അത് ഏറ്റവും കുറവ് 2%, കൂടിപ്പോയാൽ 6%. ഓക്കെ, അപ്പോൾ 2%-നും 6%-നും ഇടയിലായിരിക്കണം എന്ത്? പണപ്പെരുപ്പം. 2%-നും 6%-നും ഇടയിലായിരിക്കണം എപ്പോഴും പണപ്പെരുപ്പം. അപ്പോൾ ഇതിനിടയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് RBI എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്?
അതായത് നമ്മുടെ SBI അല്ലെ, ഏറ്റവും വലിയ എന്താണ് ഗവൺമെന്റ് ബാങ്ക്, ഏറ്റവും വലിയ പബ്ലിക് ബാങ്കായ SBI ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു അല്ലെ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് SBI ആയി മാറിയത്, ദേശസാൽക്കരിച്ചത്. അത് 1955 എന്നോർത്ത് വെച്ചാൽ മതി. ദെൻ വൈറ്റ് റവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് ഏത് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പൊ നമുക്ക് കുറെ അധികം എന്താണ് വിപ്ലവങ്ങൾ അല്ലെ, ഹരിത വിപ്ലവം, ശ്വേത വിപ്ലവം, ധവള വിപ്ലവം എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ വൈറ്റ് റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റ് റവല്യൂഷൻ? ദാറ്റ് ഈസ് മിൽക്ക് അല്ലെ, മിൽക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം റവല്യൂഷൻസ് നോക്കാം. എന്താണ് ഹരിത വിപ്ലവം? നമുക്കറിയാം എന്താണ് ഹരിത വിപ്ലവം. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം നമ്മുടെ 5 year പ്ലാനിന്റെ സമയത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് എന്താണ് ഹൈ യീൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് അല്ലെ, അതായത് ഉൽപാദനക്ഷമതയുള്ള എന്താണ് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക വഴി ഭക്ഷ്യധാന്യങ്ങൾ, പ്രത്യേകിച്ച് ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്താണ് പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ദെൻ ശ്വേത വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്ഷീരോത്പാദനം അല്ലെ, പാലിൻ്റെതാണ്. ദെൻ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ദെൻ നീല വിപ്ലവം, ബ്ലൂ റവല്യൂഷൻ, അത് മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ അരുൺ കൃഷ്ണൻ. ദെൻ പീത വിപ്ലവം അഥവാ യെല്ലോ റവല്യൂഷൻ, ദാറ്റ് ഈസ് എണ്ണക്കുരു അല്ലെ, കടുക്, സൂര്യകാന്തി തുടങ്ങിയത്. ദെൻ സാം പിത്രോദയാണ് ആരെ? ഫാദർ ഓഫ് യെല്ലോ റവല്യൂഷൻ. ദെൻ അടുത്തത് സുവർണ വിപ്ലവം, ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങൾ, തേൻ, ഹോർട്ടിക്കൾച്ചർ അതായത് ഫ്ലവേഴ്സും പുഷ്പകൃഷിയുമായി ബന്ധപ്പെട്ടത്. പിതാവ് നിർപ്പക് ടുട്ടേജ് ആണ്. ദെൻ പിങ്ക് വിപ്ലവം എന്തിൻ്റെയൊക്കെയാണ്? ചെമ്മീൻ വരും, ഉള്ളി വരും, ഓക്കെ, ഔഷധ നിർമ്മാണം വരും. അപ്പൊ എന്താണ് ചെമ്മീൻ ഇട്ടിട്ട് ഉള്ളിക്കറിയാക്കി, അപ്പൊ എന്താണ് അധികം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഔഷധം കഴിക്കേണ്ടി വരും. അപ്പൊ എന്താണ് പിങ്ക് ആവും അല്ലെ, പിങ്ക്. ഓക്കെ, പിങ്ക് വിപ്ലവം, ചെമ്മീൻ, ഉള്ളി, ഔഷധ നിർമ്മാണം. ദെൻ പിതാവ് ദുർഗേഷ് പട്ടേൽ ആണ് പിതാവായിട്ട് അറിയപ്പെടുന്നത്. ദെൻ ചുവപ്പ് വിപ്ലവം, റെഡ് റവല്യൂഷൻ എന്ന് പറയുന്നത് തക്കാളി, ചുവപ്പ് തക്കാളി. ദെൻ മാംസം, പിതാവായിട്ട് അറിയപ്പെടുന്നത് വിശാൽ തിവാരി. ദെൻ സിൽവർ റവല്യൂഷൻ, മുട്ട, പൗൾട്രി ഉൽപാദനം. നേതൃത്വം കൊടുത്തത് ആരാണ്? ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ ഏത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ധനനയം രൂപീകരിക്കുന്നത് ഏത് മന്ത്രാലയമാണ്? ധനനയം മീൻസ് ഇവിടെ ഫിസ്ക്കൽ പോളിസിയാണ്, മോണിറ്ററി അല്ല, ഫിസ്ക്കൽ പോളിസി. ഓക്കെ, ഫിസ്ക്കൽ പോളിസി രൂപീകരിക്കുന്നത് ഏത് മന്ത്രാലയമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം എന്തല്ല, ഫിസ്ക്കൽ പോളിസി അല്ല, മോണിറ്ററി പോളിസിയാണ്. പിന്നെ നീതി ആയോഗിന്റെ പണി എന്താണ്? പോളിസി രൂപീകരിക്കലല്ല, എന്താ ചെയ്യുക? ഡെവലപ്മെന്റൽ, വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അല്ലെ, ലോങ് ടേമിലേക്ക്, ദീർഘകാലയളവിലേക്കും വളരെ ചുരുങ്ങിയ നമ്മുടെ എന്താണ് ആവശ്യങ്ങൾ നോക്കി വെൽഫെയറിനും അതുപോലെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നീതി ആയോഗ്. ദെൻ വാണിജ്യ മന്ത്രാലയം എന്താണ്? ട്രേഡും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതായിരിക്കും? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഫിസ്ക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റ് RBI കൺട്രോൾ ചെയ്യുന്നത് പോലെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? അതായത് നമ്മുടെ എന്താണ് സമ്പദ് വ്യവസ്ഥയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വികസനത്തിനും വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ്? ചെലവാക്കണം, അതുപോലെ തന്നെ അതിൽ നിന്ന് ടാക്സ് പോലെയുള്ള റവന്യൂസ് കിട്ടും. അപ്പൊ ഈ ഫിസ്ക്കൽ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് റെസീപ്റ്റ്സ്. ദെൻ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ, അതുമായി ബന്ധപ്പെട്ട ടാക്സ് ഇൻക്രീസ് ചെയ്യുക, കുറയ്ക്കുക, അതുപോലെ തന്നെ അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പലതരം ടാക്സുകൾ, അപ്പൊ അതൊക്കെ ആയി ബന്ധപ്പെട്ട് അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇത് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. സോ ധനനയം ഇതാണ് എന്ന് ഓർത്ത് വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 to 69 കാലഘട്ടമാണ്
പ്ലാൻ ഹോളിഡേ. എന്താണ് പ്ലാൻ ഹോളിഡേ? 5 ഇയർ പ്ലാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹോളിഡേ എടുക്കാൻ തീരുമാനിച്ചു അല്ലേ? അപ്പോൾ ഒരു ഹോളിഡേ എടുത്തേക്കാം, അതല്ലേ നമ്മളിപ്പം നോർമലി വർക്കിംഗ് ഡേയ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് അല്ലേ, ഒരു ഫ്രീ വരുന്നതല്ലേ. അപ്പം നമ്മളിങ്ങനെ തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാലഘട്ടമായിരുന്നു. അതായത് യുദ്ധങ്ങൾ കൊണ്ടും അതുപോലെ വെള്ളപ്പൊക്കം കാരണവുമാണ് പ്ലാൻ ഹോളിഡേ ഉണ്ടായിട്ടുള്ളത്. അതായത് 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്, 3rd 5 ഇയർ പ്ലാൻ, 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ സമയത്ത് എന്ത് വന്നു? ഇന്തോ പാക് വാർ വന്നു, അതേപോലെ തന്നെ ഇന്തോ ചൈന യുദ്ധം വന്നു, അതേപോലെ വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണ്. ആലോചിച്ച് നോക്കുക, യുദ്ധങ്ങളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇതുപോലെയുള്ള വലിയ ക്രൈസിസ് വന്നാൽ നമുക്ക് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാൻ, ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിനും പറ്റിയത്. അപ്പോൾ എന്താണ്, പാക് ചൈന ഇന്തോ പാക് വാറും അതേപോലെ തന്നെ ഇന്തോ ചൈന വാറും ഫ്ലഡൊക്കെ വന്നപ്പോൾ എന്താണ് പ്രശ്നങ്ങളായി. അപ്പോൾ എന്താണ് 5 ഇയർ പ്ലാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നോർമൽ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആനുവൽ പ്ലാൻസ് ആണ് നടന്നത്, വാർഷിക പദ്ധതികൾ. ഓക്കെ, വാർഷിക പദ്ധതികൾ, ആനുവൽ പ്ലാൻസ് ആണ് ഈ ഒരു സമയത്ത് നടന്നത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ വന്നത് 1969, 66, 69 3 വാർഷിക പദ്ധതികളാണ് ആ സമയത്ത് നടന്നത്. ഇപ്പോൾ 5 ഇയർ പ്ലാൻസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഫാക്റ്റും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നീതി ആയോഗിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് പോകാം. അതേപോലെ തന്നെ 5 ഇയർ പ്ലാനിനും വേണം. 5 ഇയർ പ്ലാനിൽ ഒരുപാട് ഫാക്റ്റ് ഉണ്ട്, ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഓരോ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ചോദിക്കും. ഇപ്പം എന്താണ്, ഇപ്പം ആസൂത്രണ കമ്മീഷൻ നിലവിലില്ല, അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുമില്ല, പക്ഷെ നമുക്കതിപ്പോഴും നിലവിലുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ചരിത്രമാണ് അല്ലേ. നമ്മളുടെ എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഡെവലപ്മെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പഞ്ചവത്സര പദ്ധതിയുടെ ഗുണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റൂ, ആ പദ്ധതികൾ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയും അതോടൊപ്പം പുതിയതായിട്ട് മാറ്റങ്ങൾ വരുത്തിയ നമ്മുടെ നീതി ആയോഗിന്റെ പോളിസീസും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കത് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഞ്ചവത്സര പദ്ധതികളും നീതി ആയോഗും ഒക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ഈ വരുന്ന എക്സാം തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം എന്തും വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്ത് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കുക. വെറുതെ സിലബസിലുള്ള കണ്ടന്റ് മക്കപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കി അത് കൂടുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ്, എക്സാമിൻ്റെ ടൈമിലുള്ള പ്രസൻസ് ഓഫ് മൈൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് എന്താ ചെയ്യുക, നമ്മൾ പ്രോസസ്ഡ് ആവും, നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ട്രെയിൻഡ് ആവും. അപ്പോൾ നമുക്ക് എന്താണ്, ടൈം മാനേജ്മെന്റ് ഒക്കെ ഈസി ആവും. എന്നാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാതെ കണ്ടന്റ് മക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒറ്റ പാക്കേജിൽ CCയിൽ അവൈലബിൾ ആണ്. CCയിൽ എല്ലാം അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എന്താണ്, നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ട്, മെൻറ്റർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ എക്സാമിന് വേണ്ടുന്ന MCQ, PYQവിനെ ബേസ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ MCQസും അതുപോലെ തന്നെ മോഡൽ എക്സാംസും നോട്ട്സും ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പം നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അപ്പം എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് CCയിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എന്താണ്, ഫീൽഡ് അസിസ്റ്റന്റിൽ നിന്ന് വില്ലേജ് ഓഫീസറായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ CCയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. 8590202323 എന്ന നമ്പറിലേക്ക് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്.
അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും റിസർച്ച് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. CC-യിലേക്ക് വിളിച്ചോ, ജോയിൻ ചെയ്തോ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക, നിങ്ങളുടെ ജോലി ഉറപ്പാക്കുക. സോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.